ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെടി വളർത്തുന്ന വ്ളോഗുമായിട്ടാണ്. കഴിഞ്ഞ 2-3 വ്ളോഗ് കാര്യമായിട്ട് ചെടി വളർത്തുന്ന വ്ളോഗാട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് പറ്റിയൊരു പണിയാണല്ലോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മളൊരു നഴ്സറി പോയിട്ടുണ്ടായിരുന്നു. ആ നഴ്സറി പോയ സമയത്ത് അവിടുന്ന് വാങ്ങി കുറച്ച് ചെടികളാണ് കേട്ടോ. ഇതൊക്കെ ഒരു വേണ്ട വൈറ്റ് ചെമ്പരത്തിയും അതുപോലെ നമ്മളൊരു പൊടണീൻ്റെ പോലുള്ളൊരു ചെടിയും എന്താ ഈ ഒരു ടൈപ്പ് ചെടിയും. ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. അപ്പം ഇത്ര ചെടികൾ എനിക്ക് ചട്ടിയിലാക്കാണ്ട്, അത് മാത്രമല്ല കുറച്ച് വേറെയും ചെടികൾ ചട്ടിയിലാക്കാണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചട്ടിയിലാക്കുക, ഇതാണ് നമ്മളെ ഇന്നത്തെ പ്ലാൻ കേട്ടോ. ഈ ചെടികളൊക്കെ ചട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, ഒക്കെ വാങ്ങി കൊടുക്കുന്നതാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ. ഞാനിപ്പോൾ പുതുതായിട്ട് ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അയാളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ചട്ടിയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്ന ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. എന്താ പറയുക, യാത്ര ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളമാണ്, അതേപോലെ ചകിരിച്ചോറ്. അപ്പോൾ ഈ മണ്ണായിട്ട് ഇനി ചകിരിച്ചോറും വളവും നമുക്ക് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചട്ടിയിലാക്കി വെക്കണം. ഇവിടെയും കുറേ ചെടികളൊക്കെ ഇങ്ങനെ വളർത്താനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മൾ സാവകാശം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങുകയാണ്. ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെടി പോലും വീട്ടിലില്ലായിരുന്നു കേട്ടോ. കൊറോണ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തുടങ്ങിയൊരു ഭ്രാന്താണത്. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ ഓരോ വളർച്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. ചെടി വളർത്തുന്ന ഫസ്റ്റ് വ്ളോഗിൽ നമ്മൾ കാണിച്ചൊരു ബാമ്പു ആണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇത് ഏകദേശം എത്രത്തോളം വളർന്നു കണ്ടില്ലേ. ചകിരിച്ചോറ് ഞാൻ ലൂസല്ല വാങ്ങിയത്, ഒരു 5 kg ബ്ലോക്കാണ് വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഇനി വെള്ളമാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ലൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചകിരിച്ചോറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വളമാണ്. നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വലുതായിട്ടുണ്ടാകുന്ന ചെടിയാണ്. നമുക്ക് എന്തായാലും ചട്ടി കുഴിച്ചിടാം. അപ്പം ഇതാണ് ആദ്യം ഞാൻ ചട്ടിയിലേക്ക് ആക്കുന്നത്. കണ്ടില്ലേ, ചട്ടിയിലാക്കുമ്പോൾ ഇത് പ്രത്യേക ഒരു ഭംഗിയാട്ടോ. ഇതുവരെ നമ്മൾ ആ കവറിലെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ളത് മൊത്തം നമുക്ക് സെറ്റ് ചെയ്യണം. അടുത്ത പൊടിനെയാണ് നമ്മൾ ചട്ടിയിലേക്കാക്കാൻ പോകുന്നത്. കണ്ടോ, അതിൻ്റെ ലീഫ് കണ്ടില്ലേ, വെറൈറ്റി അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വിൻറ്റേജ് ടൈപ്പ് ചെടികളൊക്കെ. അപ്പം ഇനി ബാക്കി ഫില്ല് ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10ഓളം ചെടികളിൽ ചട്ടിയിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇതാണ്ടില്ലേ, ഓറഞ്ച് കളർ തെച്ചി, അതേപോലെ ഇതാ ചുവന്ന കളർ തെച്ചി. ഇത് നൈസായിട്ട് സാധനം. ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ചെടിയാണിത്. ഇനിയൊരു 10-20 ചെടിയോളം ചട്ടിയിലാക്കാനുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം വലുതാവുന്ന ടൈപ്പാട്ടോ. ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി. ഇപ്പോൾ ചളിയായിട്ടുണ്ട് കുറച്ച്, ഒക്കെ ഒന്ന് സെറ്റാക്കണം. ഇപ്പം നമ്മളിത് ഏകദേശം ഇത്രത്തോളം ചെടികൾ ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ഒരു 11 ചട്ടിയോളം ഇനിയും ഫില്ല് ചെയ്യാണ്ട്. ഇത് വെള്ളച്ചമ്പരത്തി കേട്ടോ, നൈസല്ലേ കാണാൻ. ഇത് നമ്മളൊരു പാമ്പിൻ്റെ ടൈപ്പാണ്. അത് വലിയ മരമായിട്ട് പോകത്തില്ല, ഇതേപോലെ ബുഷായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇതൊരു ടൈപ്പ് ഫേൺസാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേൺസ് കേട്ടോ. അത് ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് ഇത് വാങ്ങാൻ നോക്കിയിട്ടുണ്ട്. അവസാനം നമ്മൾ ഇന്നാൾ പോയ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് പിന്നെ നമ്മൾ എല്ലായിടത്തും ഉണ്ടാകുന്ന സാധാ ടൈപ്പ് ചെടി കണ്ടോ, ലോങ് ലീഫായിട്ട്. അത് ഞാനൊരു കൊമ്പ് കുഴിച്ചിട്ടതായിരുന്നു. ഇതാണില്ലേ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ അരിക്കുള്ള ഒരു ചെടി. ഇതിൻ്റെ ഫ്ലവർ ഒരു രക്ഷയില്ല കേട്ടോ.
കുറേ കാലം ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവർ പൂത്ത് കഴിഞ്ഞാൽ. ഇതും നമ്മൾ പറഞ്ഞ പോലെ പഴയ ടൈപ്പ് ഒരു ചെടിയാണ്. പിന്നെയും കുറച്ച് ചെടികൾ വെക്കാനുണ്ട്, തീർന്നിട്ടില്ല. കണ്ടില്ലേ, ഫുള്ള് ഇരുട്ടായി, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഏകദേശം എല്ലാ ചെടികളും ചട്ടിയിലാക്കിയിട്ടുണ്ട്. മഴ കൊള്ളണ്ട വിചാരിച്ചിട്ട് എല്ലാ ചെടികളും സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഇങ്ങോട്ട് വെക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നാളെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം നമ്മൾ ചെയ്ത വർക്ക്. അപ്പോൾ ഇന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചട്ടിയിലാക്കി ചെടികൾ കാണിച്ചു തരാം. ഗൈസ്, ഞാനിതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല, ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ചെടി. ഇതിൻ്റെ ലീവ്സ് ആണ്ടില്ല, ഒന്നും പറയാല്ല. പിന്നെ ഇതൊരു ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവർ വയലറ്റാണ്, കണ്ടോ, വയലറ്റാണ്. അതിൽ വൈറ്റാണിത്. അതിൻ്റെ വേറെ റോസും എൻ്റെ അടുത്തുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. പ്രോപ്പറായിട്ട് അറേഞ്ചും ചെയ്തിട്ടില്ല, സൈഡിലേക്കും കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ലൊരു അടിപൊളി ചെടിയാട്ടോ. നമ്മൾ ആ നഴ്സറി പോയ സമയത്ത് കൊണ്ടുവന്ന ചെടിയാണ്. അധികം വെളിച്ചം പറ്റത്തില്ല ചെടിക്ക്, ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്ന നല്ല ചെടിയാണ്. ഇതിൻ്റെ ലീവ്സ് ഉണ്ടല്ലേ, വെറൈറ്റിയാണ്. ഇതൊക്കെ സ്റ്റെമ്മ് കുഴിച്ചിട്ടാണ് കേട്ടോ. ഒരു ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെള്ള ചെമ്പരത്തി. പിന്നെ നമ്മളെ മാസം മാറി അതൊന്ന് സെറ്റായി വന്നിട്ടില്ല, ഒന്നുകൂടിയും വെള്ളമൊക്കെ ഒന്ന് ആക്കി സെറ്റാവണം. കേട്ടോ, ഇവിടെ വെച്ച ബാമ്പും അതുപോലെ തന്നെ ഉണ്ടല്ലേ വലുതായി വന്നിട്ടുണ്ട് ഇപ്പം. പിന്നെ ഈ ഒരു പ്ലാന്റ്, നമ്മളെ പാം പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബുഷി ആയിട്ടുള്ള ടൈപ്പാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ അധികം വെയിൽ പറ്റത്തില്ല. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ ചെറിയ 2 പോട്ടിൽ വെച്ചതായിരുന്നു, അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. പിങ്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഫ്ലവറാണ് ഇതിമ്മൽ. അവിടെ നേരത്തെ പറഞ്ഞില്ലേ വയലറ്റും വൈറ്റ്, അതിൻ്റെ റോസ് കളർ ഫ്ലവർ ആട്ടത്, ഫ്ലവർ ആയിട്ടുണ്ട്. അത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേൺസ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നൊരു ടൈപ്പാണ്. പിന്നെ ഇത് അതേപോലെ പിരിച്ച് കുഴിച്ചിട്ടതാണ്. ഒന്ന് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ട്, അപ്പോൾ ഒന്ന് 2 ദിവസം കഴിയുമ്പോൾ റെഡി ആയിക്കോളും. കേട്ടോ, ഇതും അതേപോലെ സ്റ്റെമ്മ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ നമ്മൾ കാണുന്നതാ ഈ ടൈപ്പ് ചെടി ഒന്നിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോൺസ്ട്ര കണ്ടില്ലേ, മോൺസ്ട്ര ഒന്ന് സെറ്റ് ആവാണ്ട് അതും. പിന്നെ കണ്ടില്ലേ, ഇതൊരു രക്ഷയില്ലാത്ത പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ, ഇത് ഓവർ വലുതാവത്തില്ല, ഇത്ര ലെവലിലേ വലുതാവത്തുള്ളൂ. കണ്ടോ, ചെറിയ ലീഫായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ ഞാൻ ഇന്നലെ തന്നെ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. അതും കണ്ടോ, നമ്മളെ പുടണി ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ. അപ്പം ഇത്ര ചെടികളാണ് നമ്മൾ ചെയ്തത്. ഇനിയും കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് ചട്ടിയിലാക്കാനുണ്ട്, അത് പിന്നെ ഒരിക്കലാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചട്ടിയിലേക്ക് ഒരു മോണസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചതില്ലായിരുന്നോ, അതിൻ്റെ ഒരു സ്റ്റെമ്മ് ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ ഇട്ടതായിരുന്നു. ഇല്ലേ, ഇവിടുന്ന് നോട്ട്സിൽ നിന്ന് ലീവ്സ് വന്ന് ഇപ്പോൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ടോ. ലീവ്സുമ്പോൾ ഹോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ, കുറച്ച് വലുതായതിന് ശേഷം നമുക്ക് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യണത്. ഞാൻ ഇൻഡോറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മോൺസ്റ്റർ ആയിട്ടോ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളത്തിൽ വെച്ചതാണത്. അതിൻ്റെ വേര് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വേരൊക്കെ നല്ല സെറ്റായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു ചട്ടിയിലേക്ക് അത് നമുക്ക് റീപ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ വേണ്ടിയില്ല, കുറച്ചൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഇനിയും ടൈം അനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വാങ്ങി സെറ്റാക്കണം. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഗൈസ്.